ബ്രസീൽ ടീമിന്റെ പരിശീലകനായിട്ട് ആൻചലോട്ടി എത്തുമോ എന്നുള്ളത് അറിയണമെങ്കിൽ 25-ാം തീയതി വരെ കാത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ലാലിഗയാണ്, ലാലിഗ നേടാൻ വേണ്ടിയിട്ടാണ്, അവസാനം വരെ ലാലിഗ നേടാൻ വേണ്ടിയിട്ട് ഞാൻ പൊരുതും. എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും, പക്ഷെ ഇപ്പോൾ ഞാൻ പറയുകയില്ല. 25-ാം തീയതി, അതായത് ലാലിഗ അവസാനിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ തീരുമാനം ഞാൻ പറയുകയുള്ളൂ എന്നാണ് കാർലോസ് ആൻചലോട്ടിയുടെ തീരുമാനം. അത്രയും ദിവസങ്ങൾ ബ്രസീൽ കാത്തിരിക്കണം അദ്ദേഹത്തിൻ്റെ വരവിന്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണ്, അല്ലെങ്കിൽ CPF-നും അറിയുമായിരിക്കും, പുറത്തുവിടാത്തത് കൊണ്ടായിരിക്കാം. എങ്കിലും ബ്രസീലിന് അത്തരം ദിവസങ്ങൾ കാത്തിരിക്കണം, അദ്ദേഹം വരുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്രസീൽ ഫാൻസിന്. ഇനി അതല്ല, 25-ാം തീയതിക്ക് ശേഷം അദ്ദേഹം സൗദിയിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ട്, വലിയ ഓഫറാണ്. അദ്ദേഹം ഇനി അവസാനം ആ ഒരു തീരുമാനത്തിലേക്കാണോ, 25-ാം തീയതി ആ ഒരു തീരുമാനമാണോ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആർക്കറിയാം. കാത്തിരുന്നിട്ട് കാര്യമുണ്ടാകുമോ? ഏതായാലും അദ്ദേഹം പറഞ്ഞു, അവസാനം അദ്ദേഹം സംസാരിച്ചു, ഈ ഒരു തീരുമാനം ഫൈനൽ ഡിസിഷൻ നമുക്ക് ലാലിഗ കഴിഞ്ഞതിന് ശേഷം അറിയാം അദ്ദേഹം വരുമോ എന്നുള്ളത്. അതിൻ്റെ മുന്നേ അദ്ദേഹം പറയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലാലിഗ നേടുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും കുറച്ച് കാത്തിരുന്നാലും വേണ്ടില്ല, വേൾഡ് കപ്പാണ് വരുന്നത്. ആൻചലോട്ടിയെ പോലെ പരിശീലകനില്ലാതെ വേൾഡ് കപ്പിന് പോയിട്ട് കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾറെഡി ഇനിയിപ്പോൾ ആൻചലോട്ടി വന്നാൽ തന്നെ സമയം കുറവാണ്, ഒരു മികച്ചൊരു 11 സെറ്റാക്കി എടുക്കാനുള്ള സമയം കുറവാണ്. അതിൽക്കൂടി വേറെ ഏതെങ്കിലും പരിശീലകൻ വന്നിട്ട് നമുക്കൊരു വിശ്വാസമില്ലാത്ത പരിശീലകൻ വരുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു ക്വാളിറ്റിയുള്ള പരിശീലകൻ വരുന്നത്. 25-ാം തീയതി അല്ലേ, ഒരു 2 ആഴ്ച കഴിഞ്ഞായില്ലേ, കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷൻ അറിയാൻ വേണ്ടിയിട്ട്.